അതിനിടെയാണ് കഴിഞ്ഞ ദിവസം കശ്മീരിലെ ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന്റെ കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജമ്മുവിൽ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ. ശനിയാഴ്ചയാണ് ഈ ആക്രമണം നടന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, വലിയ ആക്രമണമാണ്. നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ജനവാസ മേഖല ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഹീനമായ ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ ഈ ആക്രമണം അത് കൃത്യമായി നടന്നത് എവിടെയാണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനൂജ, ജമ്മു നഗരത്തോട് ചേർന്ന് തന്നെയാണ് ഈ റിഹാഡി കോളനി ഉള്ളത്. ഈ കോളനി എന്നത് അവിടെ ജനനിബിഡമായ ഏരിയയാണ്. തൊട്ടടുത്ത് ഇങ്ങനെ വീടുകളുള്ള ഒരു മേഖലയാണ്. ആ മേഖലയിലേക്കാണ് ഒരു ഡ്രോൺ വന്ന് പതിച്ചത്. അത് പൂർണ്ണാർത്ഥത്തിൽ വന്ന് പതിച്ചതാവാൻ വഴിയില്ല. അതിന് തൊട്ടടുത്തുള്ള സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് വന്നത് ഒരുപക്ഷെ നമ്മുടെ സൈന്യം വെടിവെച്ചിട്ട് തകർന്നു വീണതാവാനാണ് സാധ്യത. പക്ഷേ അപ്പോൾ പോലും അതുണ്ടാക്കിയ പ്രഹരം വളരെ വലുതാണ്. നമ്മൾ ആദ്യ ദിനം അവിടെ പോയപ്പോൾ ഈ സംഭവങ്ങൾ ഈ പ്രദേശത്ത് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അവിടെ വീട്ടിലുണ്ടായിരുന്ന പരിക്കുപറ്റിയ ആളുകളൊക്കെ നേരിൽ കാണുകയും ഒക്കെ തന്നെ ചെയ്തതാണ്. അതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ യഥാർത്ഥത്തിൽ ഈ വീടിന്റെ മുകളിലേക്കാണ് അത് വന്ന് പതിച്ചത്. ആ വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ വീട്ടുകാരുമായി നമ്മൾ സംസാരിച്ചതാണ്. രാവിലെ ഏതാണ്ട് 6 മണിക്ക് ശേഷം ആണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ആളുകളൊക്കെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ വരുന്ന സമയം ഈ ദൃശ്യങ്ങൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ ഡ്രോൺ വീഴുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക്, ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് രണ്ടുപേർ ആ വഴി നടന്നു പോകുന്നുമുണ്ട്. ഒരുപക്ഷെ അവർ ഒരല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ഈ ഡ്രോൺ പതിക്കേണ്ടത് അവരുടെ ശരീരത്തിലേക്ക് കൂടിയായിരുന്നു. അങ്ങനെ വലിയൊരു ആളപായം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് തലനാരിഴയ്ക്കാണ് ഒഴിവായി പോയത്. വീട്ടുകാർ പോലും ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് ബാൽക്കണി ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. അവർ പിന്നീട് അകത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് വലിയ ശബ്ദം കേട്ട്, തകർന്നു വീഴുന്ന ശബ്ദം കേട്ട് പിന്നീട് ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി എന്നതാണ് വീട്ടുകാരി നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിന് തൊട്ടടുത്ത വീട്ടിലെ കോൺക്രീറ്റും മറ്റും അടർന്നു വീണിട്ടുണ്ട്. അത് അടർന്നു വീണ് തലയിൽ പതിച്ചാണ് ആ വീട്ടുകാരന് പരിക്ക് പറ്റിയത്. പക്ഷേ ഇപ്പോഴും ആ വീട്ടുകാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവർക്ക് മറ്റെവിടെയും പോകാനില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ തുടരുന്നു എന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്. കാരണം വീട് അപകടാവസ്ഥയിലാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം ആ പാവപ്പെട്ട മനുഷ്യർ ചോദിക്കുന്നുണ്ട്. ജനനിബിഡമായൊരു മേഖലയിലേക്കാണ് ഈ ഡ്രോൺ വന്ന് പതിച്ചത് എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. നേരത്തെ നമുക്ക് അവിടെ പോയി തന്നെ ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ ഒരു ശാന്തി ഈ അതിർത്തി മേഖലയിലാകെയുണ്ട്. അതുകൊണ്ട് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതേ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കശ്മീർ പഴയ രീതിയിലേക്ക്, സമാധാനത്തിന്റെ വഴിയിലേക്ക് മടങ്ങുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ആ മനുഷ്യർ. അനുജ, അതാണ്. ഇപ്പോൾ അതിർത്തി ഒക്കെ ശാന്തമാണ്. ഈ ദൃശ്യങ്ങൾ അത് ശനിയാഴ്ച രാവിലെ ഉണ്ടായതാണ്. 6 മണിയോടെ ഉണ്ടായ ഡ്രോൺ ആക്രമണം. അതൊരു വീട് തകരുകയായിരുന്നു. ഇപ്പോൾ ഒരു വീട് അവിടെ ഉള്ളത് റിഹാഡി കോളനി എന്ന സ്ഥലത്താണ്. ആ വീട് അപകടാവസ്ഥയിലാണ്. നമുക്ക് വീട്ടിലുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ആ ദിവസം തലനാരിഴയ്ക്ക് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഒരാൾക്ക് പരുക്കേറ്റിട്ടുണ്ട്. റിഹാഡി കോളനി എന്ന ഇടത്ത് ജനവാസ മേഖല, അവിടെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ, വീട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്.